സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു വചനം വായിക്കുന്നു. സങ്കീർത്തനം 51 4 തിരുവചനം. അങ്ങയോട് തന്നെ ഞാൻ പാപം ചെയ്തു, അങ്ങേക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ അങ്ങ് നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 51 സങ്കീർത്തനം 4 തിരുവചനത്തിൽ ഒരു ഭക്തൻ തൻ്റെ ജീവിതത്തിലുണ്ടായ കുറവുകളെ ദൈവസന്നിധിയിൽ വിശദീകരിക്കുകയാണ്, ഏറ്റുപറയുകയാണ്, ഉപേക്ഷിക്കുവാൻ തീരുമാനിക്കുകയാണ്. എന്തിനാണ് ഈ ഭക്തൻ ദൈവസന്നിധിയിൽ ചെന്നിരുന്ന്, ദൈവമേ, അങ്ങയോട് തന്നെ ഞാൻ തെറ്റ് ചെയ്തു, പാപം ചെയ്തു, അങ്ങേക്ക് അനിഷ്ടമായത് അഥവാ അങ്ങേക്ക് ഇഷ്ടമില്ലാത്തത് ഞാൻ ചെയ്തിരിക്കുന്നു എന്ന് പറയുവാനിടയായത്? അതേ പ്രിയമുള്ളവരെ, ഈ ദൈവഭക്തൻ ദൈവം വെറുക്കുന്ന ഒരു പാപം ചെയ്യുവാനിടയായി. ആ പാപം അദ്ദേഹത്തിൻ്റെ മനസ്സിനെ അസ്വസ്ഥതയുണ്ടാക്കി. കുറ്റബോധത്താൽ നിറയപ്പെട്ടവനായി അവൻ്റെ മനസ്സിൽ കുത്തുകൊണ്ടപ്പോൾ അവൻ ഓടിച്ചെന്ന് ദൈവസന്നിധിയിൽ മുട്ടുമടക്കി ദൈവത്തോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ് നാം വായിച്ചു കേൾക്കുവാനിടയായത്. കരഞ്ഞ് ഈ ഭക്തൻ അപേക്ഷിക്കുകയാണ്, ദൈവമേ, എനിക്ക് തെറ്റിപ്പോയി, ഞാൻ കുറ്റം ചെയ്തു, ഞാൻ പാപം ചെയ്തു, അങ്ങേക്ക് ഇഷ്ടമില്ലാത്തത് ഞാൻ ചെയ്തിരിക്കുന്നു, എന്നോട് പൊറുക്കണമേ, എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ പാപങ്ങളെ നീക്കം ചെയ്യണമേ. ഇങ്ങനെ ദൈവസന്നിധിയിൽ കരഞ്ഞപ്പോൾ ദൈവം ഈ ഭക്തൻ്റെ പാപങ്ങളെ ക്ഷമിച്ചു കൊടുത്തു. ഒരുപക്ഷെ ഈ ഭക്തൻ ചെയ്ത പാപം നിമിത്തം ഈ മനുഷ്യൻ മരിക്കേണ്ടതായിരുന്നു. എന്നാൽ അദ്ദേഹത്തെ ദൈവം മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ കാരണം ഈ ചെയ്ത അനുതാപ പ്രാർത്ഥനയുടെ അനന്തരഫലമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇത് മാതൃകയാക്കാവുന്നതാണ്. ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ കുറവുകൾ കണ്ടെത്തുന്നതും പരിഹാരമാർഗങ്ങൾ അന്വേഷിക്കുന്നതും ഒരിക്കലും നാം ഒരു കുറച്ചിലായി കാണുവാൻ പാടില്ല. ഓരോ നമ്മുടെ കുറവുകളും പുതിയ പുതിയ പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കും. മാത്രമല്ല, ഓരോ കുറവുകളും നാം മനസ്സിലാക്കുന്നത്, തിരിച്ചറിയുന്നത്, ഉണരുന്നത്, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നത് നമ്മെ വിജയത്തിൻ്റെ ഉന്നതിയിൽ കൊണ്ടെത്തിക്കും. നമ്മുടെ വ്യക്തിത്വ വികസനം, ആത്മീയ മൂല്യങ്ങളുടെ പരിപോഷണം, ഇതിനെല്ലാം നമ്മെ സഹായിക്കുന്നത് നമ്മുടെ കുറവുകളെ ഉണരുമ്പോഴും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോഴുമാണ്. 2017 വർഷം ലോക രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് വ്യക്തിത്വ വികസനത്തിൽ മികവുറ്റതായി തിരഞ്ഞെടുക്കപ്പെട്ട സ്ട്രെറ്റ് ഫൈറ്റർ പറയുന്നത്, നിങ്ങളുടെ വീഴ്ചകൾ പരിഹരിക്കുവാൻ പ്രയത്നിക്കുന്നത് നിങ്ങളിൽ
ശക്തി വർദ്ധിപ്പിക്കുമെന്നാണ്. മാത്രമല്ല, നിങ്ങളുടെ നിഷ്ക്രിയത മാറിക്കിട്ടുമെന്നാണ്. നമുക്ക് യേശുവിനെ തന്നെ നോക്കാം. യേശു ക്രൂശിൽ മരിക്കുന്നതിന് മുമ്പായി ദൈവസന്നിധിയിൽ ചെന്നിരുന്ന് ദൈവത്തോട്, അഥവാ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചു പറഞ്ഞു, അതെ, എൻ്റെ ആത്മാവിനെ ഞാൻ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നുവെന്ന്. കർത്താവ് പറഞ്ഞത്, ഈ പാനപാത്രം, ഈ ക്രൂശ് മരണം ഒഴിവാക്കുവാൻ കഴിയില്ലെങ്കിൽ ഇതാ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്നാണ്. ആ സമർപ്പണമാണ് ലോകരക്ഷയ്ക്ക് കാരണമായി തീർന്നത്. ആമേൻ.